മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിദ്യയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിദ്യയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിലെ സന്തോഷാവസ്ഥ നിലനിൽക്കും. വാഹനപരമായും ഭൂമിപരമായും അഭിവൃദ്ധിപ്രദം. തൊഴിലിൽ എതിർപ്പുകൾ രൂക്ഷമായേക്കാം. സഹായ മനസ്ഥിതിയുള്ള വ്യക്തികൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ദോഷപ്രദം. ആലോചനയോടുകൂടി ഓരോ പ്രവൃത്തികളും തുടരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം ഉദ്യോഗ മേഖലയിൽ പ്രതീക്ഷിച്ച വിജയം കൈവരുമെങ്കിലും സാമ്പത്തിക പ്രയാസം അനുഭവപ്പെടും. കുടുംബത്തിൽ വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് ഇടയില്ല. ബന്ധുജനങ്ങളാൽ ശ്രേയസ്സും ഉണ്ടാകും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അസ്വസ്ഥത നിഴലിക്കാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പോലീസ് സൈനിക രംഗത്തുള്ളവർക്കും ചികിത്സാ രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ലളിതാ സഹസ്രനാമ അർച്ചന നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകീരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം കുടുംബ പ്രശ്നങ്ങളൊക്കെ ശമനം വരുത്തുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വലിയ ദോഷങ്ങൾക്ക് ഇടയില്ല. തൊഴിൽ അഭിവൃദ്ധി സാധ്യമാകുമെങ്കിലും അസൂയാലുക്കളുടെ എണ്ണം വർദ്ധിക്കുക നിമിത്തം പ്രയാസങ്ങളും ഉണ്ടാകും. സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ കഴിയും. ആപത്ത് സാധ്യത കൂടുതലായുള്ളതിനാൽ അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യം നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ ഉയർച്ച സാധ്യമാകും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണപ്രദമായിരിക്കുന്ന സമയമാണ്. പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക പുരോഗതിയും ഫലമാണ്. കുടുംബാഭിവൃദ്ധി ഉണ്ടാകാമെങ്കിൽ കൂടി കലഹ സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. സന്താനങ്ങളാൽ മനപ്രയാസത്തിനും ഇട കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി സർപ്പക്ഷേത്രത്തിൽ യഥാവിധി പ്രാർത്ഥനാ വഴിപാടുകൾ നടത്തി വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം ഉദ്യോഗരംഗത്തെ കഠിനാധ്വാനം വഴി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെങ്കിലും സാമ്പത്തിക ഗുണം പൊതുവെ കുറവായിരിക്കും. കുടുംബക്കാരുമായി അകൽച്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. അപകടഘട്ടങ്ങളിൽ സുഹൃത്ത് ബന്ധങ്ങൾ തുണയാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലും സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ നീരാജനം മുതലായുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് ഈ വാരം തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ഉത്തരവാദിത്തമേറിയ ചുമതലകളും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. കുടുംബപരമായും സാമ്പത്തികപരമായും വലിയ ദോഷങ്ങൾക്ക് ഇടയില്ല. വിദേശത്ത് ജോലി അനുഷ്ഠിക്കുന്ന വ്യക്തികൾക്ക് പലവിധ ക്ലേശങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും വിമർശന സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ കഠിനമധുര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി. ചിത്രാ നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം
തൊഴിൽ രംഗത്തെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലവിധ പ്രയാസങ്ങളാൽ മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടാൻ ഇടയുണ്ട്. ബന്ധുവിരോധം ഫലമാണെങ്കിൽ കൂടി പങ്കാളിയുടെ ആത്മാർത്ഥ സഹകരണത്താൽ ദോഷഫലം കുറയും. പ്രതിസന്ധികളെ ബുദ്ധിപരമായി നേരിടാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപന രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ മംഗളകാര്യാലോചനയും ബന്ധുസമാഗമവും ഉണ്ടാകും. തൊഴിലിലും കാര്യമായ പുരോഗതി ഉണ്ടാക്കുവാൻ കഴിയും. വരുമാനപരമായി ദോഷമില്ലെങ്കിലും അപ്രതീക്ഷിതവും അനാവശ്യവുമായ ചിലവുകളാൽ സാമ്പത്തിക പ്രയാസം അനുഭവപ്പെടും. ദാമ്പത്യ ക്ലേശവും അപകീർത്തിയും ഉണ്ടായേക്കാം. ആരോഗ്യപരമായും അത്ര കണ്ട് ഗുണപ്രദമല്ല. ദോഷപരിഹാരാർത്ഥമായി ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം കർമ്മമേഖലയിൽ ഉണർവ് പ്രകടമാകും. പുതിയ ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും സജ്ജന ബഹുമാന്യതയ്ക്കും ഇടയുണ്ട്. ബന്ധുസഹായവും കുടുംബജനാനുകൂലതയും ഉണ്ടാകും. യാത്രാക്ലേശവും ശാരീരിക ക്ലേശവും അനുഭവമായേക്കും. അപരിചിതരിൽ നിന്നും അപകട സാധ്യതയും കാണുന്നുണ്ട്. ഇലക്ട്രോണിക്സ് രംഗത്തുള്ളവർക്കും ചികിത്സാ രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ അർച്ചന മുതലായുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം കുടുംബസുഖം ഉണ്ടാകും. അകൽച്ചയിലുള്ള കുടുംബാംഗങ്ങളെ യോജിക്കാനും മംഗളകാര്യസിദ്ധിക്കും ഇടയുണ്ട്. തൊഴിലിലും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും കൗശലപൂർവ്വം അതിനെ നേരിടാനും കഴിയും. സാമ്പത്തികമായി ഗുണപ്രദമല്ലാത്തതിനാൽ കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക തുടങ്ങിയവ യാതൊരു കാരണവശാലും ചെയ്യരുത്. അനാവശ്യമായുള്ള ഭയം ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപൂർണമായ അവസരങ്ങൾ തൊഴിലിൽ വന്നു ചേരാൻ ഇടയുണ്ട്. ആലോചനയോടുകൂടിയ തീരുമാനങ്ങൾ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബപരമായി അത്ര കണ്ട് ഗുണപ്രദമല്ല. കലഹ സാധ്യത കൂടുതലായുള്ളതിനാൽ മനസ്സംയമനം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാൽക്കാലികളാലോ വാഹനങ്ങളാലോ ദോഷങ്ങൾ ഉണ്ടായേക്കാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും അത്ര കണ്ട് ഗുണപ്രദമല്ല. ദേവീക്ഷേത്രത്തിൽ കഠിനമധുര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം കുടുംബപരമായുള്ള പ്രശ്നങ്ങളൊക്കെ കുറവുണ്ടാവുകയും കാര്യജയം സിദ്ധിക്കുകയും ചെയ്യും. തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിലും കഠിനാധ്വാനത്തിലൂടെ മാറ്റിയെടുക്കാനും കഴിയും. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അപകീർത്തികരങ്ങളായ കാര്യങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷം ചെയ്യുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ജ്യോതിഷവിധിയിലെ രണ്ടാം ഘട്ടമായ നക്ഷത്രഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. പുണർദം നക്ഷത്രം. നക്ഷത്രക്രമത്തിൽ 7ാം സ്ഥാനമാണ് പുണർദം നക്ഷത്രത്തിനെ കൽപ്പിച്ചിരിക്കുന്നത്. ആകാശവിധാനത്തിൽ പാമരം പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച മിക്കവരും തികഞ്ഞ ഈശ്വരവിശ്വാസികളായിരിക്കും. ധർമ്മശീലരായ ഇവർ സ്വഭാവ ഗുണത്തിൽ മറ്റുള്ളവർക്ക് എന്നും മാതൃകയായിരിക്കും. എന്നിരുന്നാൽ കൂടി പലപ്പോഴും പല സ്വഭാവമാണ് ഇവരിൽ പൊതുവെ കണ്ടുവരുന്നത്. ഈ സ്വഭാവമാറ്റം ഇവരുടെ ഒരു പ്രത്യേകതയായതിനാൽ ഇവരെ സമീപിക്കുന്നതിന് ചില സമയവും സന്ദർഭവും ഒക്കെ നോക്കേണ്ടതായി വന്നേക്കും. ഇവരുടെ ഈ സ്വഭാവ പ്രത്യേകത കൊണ്ട് തന്നെ ആർക്കും ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും.
അല്പം കൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ഇവർ പക്ഷേ ക്ഷിപ്രകോപികളും ആയിരിക്കും. കഴിയുന്നതും ആചാരമര്യാദകളെ കൈവിടാതെ ജീവിക്കുന്നവരായിരിക്കും പുണർദം നക്ഷത്രക്കാർ. ഈശ്വരഭക്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവർ ഒരിക്കലും അസത്യത്തിനും അധർമ്മത്തിനും കൂട്ടുനിൽക്കില്ല. എന്നു മാത്രമല്ല, അനീതിയെ ചെറുത്തു നിൽക്കാനും ശ്രമിക്കും. മനസ്സിന് ഇണങ്ങാത്ത വാക്കുകളോ പ്രവൃത്തികളോ കണ്ടാൽ ഇവർക്ക് പെട്ടെന്ന് ഹൃദയക്ഷോഭം ഉണ്ടാകും. ചിലപ്പോൾ സാഹസകൃത്യങ്ങൾ ചെയ്തെന്നും വന്നേക്കും. ഇത്തരം അവസരം വന്നു ചേർന്നാൽ പിന്നെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള പ്രതികാരേച്ഛയും ഇവരിൽ വന്നു ചേരുമെന്നത് സാധാരണയാണ്. എന്നിരുന്നാലും ആർക്കും സഹകരിക്കാൻ കൊള്ളാവുന്ന സ്വഭാവമായിരിക്കും ഇവരുടേത്. പൊതുവെ സ്വഭാവത്തിൽ കരുണയും ആർദ്രതയും ഇവരിലുണ്ടാകും. ബന്ധുക്കൾക്ക് ഇവരെയും ഇവർക്ക് ബന്ധുക്കളെയും വളരെ കാര്യമായിരിക്കും. മാതാപിതാക്കളെ അനുസരിക്കുന്നതിനും ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നതിലും ഇവർക്ക് വലിയ താല്പര്യവും ശ്രദ്ധയും ഉണ്ടായിരിക്കും. മുഖത്തെ നിഷ്കളങ്കതയോടൊപ്പം തന്നെ ഒരു ക്ഷീണഭാവവും ഇവരിൽ കാണാൻ കഴിയും. ആരോഗ്യപരമായി വലിയ കുറവൊന്നും തന്നെ ഇവർക്ക് ഉണ്ടാകാറില്ല. എന്നിരുന്നാൽ കൂടി ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ ഭീരുക്കളായിരിക്കും. ദിനചര്യകളിൽ വരുന്ന അല്പമായ മാറ്റം പോലും ഇവരെ പെട്ടെന്ന് ക്ഷീണിപ്പിച്ചു കളയും. പൊതുവെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിക്കാൻ ഇവർക്ക് കഴിയുമെങ്കിലും വ്യവസായത്തിലും മറ്റുള്ളവരെ സേവിക്കുന്നതിലും ഇവർ പരാജയം കൈവരിക്കും. കലാപരമായുള്ള കഴിവും ഇവരിലുണ്ടാകും. വൈദ്യം, അധ്യാപകനും അഭിഭാഷക വൃത്തി എന്നീ നിലയിലും ലേഖകൻ, പ്രഭാഷകൻ എന്നീ നിലയിലും ശോഭിക്കുവാൻ ഇവർക്ക് പ്രയാസമുണ്ടാകില്ല. ആദർശത്തെ മുറുകെ പിടിക്കുന്ന ഇവർ നിഷ്പക്ഷമായ അഭിപ്രായക്കാരും നിരൂപകന്മാരും ആയിരിക്കും. കഴിവതും ആർഭാടം കൂടാതെയുള്ള ജീവിതത്തെയാണ് ഇവർ പൊതുവെ ഇഷ്ടപ്പെടുക. സാമ്പത്തികമായുള്ള ഉയർച്ചയേക്കാൾ ജനങ്ങൾക്കിടയിൽ മതിപ്പും മാന്യതയും സമ്പാദിക്കുവാനാണ് ഇവർക്ക് താല്പര്യം കൂടുതൽ. സാമ്പത്തിക പ്രസ്ഥാനങ്ങൾ നയിക്കുവാനും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുവാനുമുള്ള കഴിവ് ഇവർക്ക് പൊതുവെ കുറവായിരിക്കും. വിവാഹ ജീവിതത്തിൽ പലർക്കും അസ്വാരസ്യമായ അനുഭവങ്ങളും കണ്ടുവരുന്നുണ്ട്. സ്വഭാവ ഗുണവും ഭർതൃഭക്തിയുമുള്ള ഭാര്യമാരായിരിക്കും ഇവർക്ക് ഉള്ളതെന്നാൽ കൂടി ഇവരുടെ ആദർശങ്ങൾക്ക് അനുയോജ്യമായ സാമർഥ്യവിശേഷം ഭാര്യമാരിൽ കണ്ടു എന്ന് വരാറില്ല. ബന്ധുജനങ്ങളുമായും കൂടെ കൂടെ കലഹങ്ങൾ ഉണ്ടായേക്കാം. ഇക്കാരണങ്ങളാൽ തന്നെ വിട്ടുമാറാത്ത മനക്ലേശവും ഇവർക്കുണ്ടാകുന്നതാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ മൃദു സ്വഭാവികളും ശുദ്ധ ഹൃദയരും ആയിരിക്കും. ഭാഗ്യവും കർമ്മകുശലതയും ഇവർക്ക് ഉണ്ടാകുമെങ്കിലും സംഭാഷണങ്ങളിലെ നിയന്ത്രണക്കുറവ് കൊണ്ട് അനാവശ്യമായ കലഹങ്ങളെയും സ്വൈരക്കേടുകളെയും ഇവർ സ്വയം ക്ഷണിച്ചു വരുത്തും. പുണർദം നക്ഷത്രജാതരായിരിക്കുന്ന വ്യക്തികൾക്ക് ഏകദേശം 8 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ബാലാരിഷ്ട സമയമാണ്. 8 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വലിയ ദോഷമില്ല. ഗുണപ്രദമായ പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവവേദ്യമാകും. ഒപ്പം തന്നെ പലവിധ പ്രയാസങ്ങളും വന്നു ചേർന്നേക്കും. 27 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെയധികം ഗുണപ്രദമാണ്. കുടുംബജീവിത വിജയം, പുതിയ ഗൃഹനിർമ്മാണ യോഗം, വാഹനലാഭം, സന്താനാദി അഭിവൃദ്ധി മുതലായ സൽഫലങ്ങളെല്ലാം തന്നെ ഈ സമയത്തിൽ അനുഭവമാകും. എങ്കിലും ഈ സമയം കൂട്ടുകെട്ടുകളാലുള്ള ദൂഷ്യഫലങ്ങളും ഉണ്ടാകാമെന്നതിനാൽ തന്നെ ദുസ്വഭാവങ്ങളും ദുരാചാരങ്ങളും ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 44 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 51 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ളതായിരിക്കുന്ന സമയം വളരെയധികം അഭിവൃദ്ധിപ്രദമായിരിക്കുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഈ സമയത്തിൽ വന്നു ചേരും. 71 വയസ്സിന് ശേഷം ശ്രദ്ധാപൂർവമായ ജീവിതം നയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ ആയില്യം, പൂരം, അത്തം എന്നീ നക്ഷത്രങ്ങളും, മിഥുനം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർക്ക് മകരം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളും, കർക്കിടകം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർക്ക് കുംഭം രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ അവിട്ടം, ചതയം, പൂരോരുട്ടാതി എന്നീ നക്ഷത്രങ്ങളുമാണ് പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ബുധൻ്റെയും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങൾ പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പുണർദം, വിശാഖം, പൂരൂരുട്ടാതി എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം, വ്രതം, ജപം തുടങ്ങിയ കർമ്മങ്ങൾ നടത്തുവാൻ ഉത്തമമാണ്. പുണർദം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതാജപാദികൾ നടത്താവുന്നതാണ്. ഈ ദിവസങ്ങളിൽ വിഷ്ണു പൂജ നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും. മിഥുനം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർ ശ്രീകൃഷ്ണാദി അവതാര വിഷ്ണുമൂർത്തികളെയും, കർക്കിടകം രാശിയിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാർ ഭഗവതിയെയും പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും. പുണർദം നക്ഷത്രത്തിൻ്റെ ജന്മവൃക്ഷം മുളയാണ്.
പൂച്ചയാണ് മൃഗം, ചകോരം പക്ഷി, സ്ത്രീയോനി, ദേവഗണം, അതിഥിയാണ് താരദേവത. പുണർതം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായിരിക്കുന്ന നിറം മഞ്ഞ നിറവും ക്രീം നിറവുമാണ്. അനുയോജ്യമായിരിക്കുന്ന രത്നം പുഷ്യരാഗമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. ജ്യോതിഷവിധിയിലെ മൂന്നാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ വാരം നമ്മൾക്ക് നെന്മാറ വല്ലങ്ങിയിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. വാസു എന്ന് പറഞ്ഞവരാണ് നമ്മൾക്ക് എഴുത്ത് അയച്ചിരിക്കുന്നത്. എൻ്റെ മകളുടെ വിവാഹകാര്യം അറിയാനാണ് 2 വർഷം മുൻപ് തുടങ്ങിയ ആലോചനകൾ വരാൻ ഒന്നും ശരിയാകുന്നില്ല. കുട്ടിയുടെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. കന്നിമാസം 9-ാം തീയതി, അതായത് 25/9/1990 ജനനം. ഇത് നോക്കി ഇതിൻ്റെ മറുപടി പറഞ്ഞു തരണം. വല്ല വഴിപാടും നടത്തണോ എന്നും പറയണം. ഇത് എഴുതുന്നത് വല്ലങ്ങിയിൽ നിന്നാണ് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡേറ്റ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമായില്ല, അതിൻ്റെ സമയം കൂടിയിട്ട് പ്രത്യേകമായിട്ട് അറിയാനുണ്ട്. കുട്ടിയുടെ സമയപ്രകാരം കിട്ടിക്കഴിഞ്ഞാലാണ് ജന്മലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കാനും ഒപ്പം തന്നെ ദശ അപഹാര കാലങ്ങളെ കൃത്യമായി ഗണിച്ചറിയുവാനും കഴിയുകയുള്ളൂ. ഇതിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കിട്ടിയതുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന കാര്യം പറയുവാൻ പ്രയാസമായിരിക്കും. എങ്കിലും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഏകദേശം ഇപ്പോൾ പ്രധാനമായിട്ടും ഏറ്റവും 15 വയസ്സിന് ശേഷം ശുക്രദശാകാലം ആയിരിക്കുവാനാണ് സാധ്യത വളരെയധികം കൂടുതൽ. ശുക്രൻ്റെ ദശാകാലം വിവാഹത്തിനും മറ്റുമെല്ലാം അനുയോജ്യമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവേ ഈ കുറച്ച് നാൾ കൂടിയിട്ട് വിവാഹപരമായിരിക്കുന്ന തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. 2012 മെയ്ക്ക് ശേഷമായിരിക്കും കുറച്ച് കൂടുതലായിരിക്കുന്ന വിവാഹയോഗം ജാതകപ്രകാരം പറയുന്നത്. എന്തായാലും ഈ വരുന്ന നവംബർ 15 ശേഷം ഏഴരശ്നികാലം വരുന്നുണ്ട് കുട്ടിയുടെ ജാതകപ്രകാരം. എങ്കിലും ഏഴരശ്നികാലം കല്യാണത്തിന് തടസ്സമൊന്നുമല്ല, എങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള മനപ്രയാസങ്ങളും മറ്റും ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട്. പൊതുവേ കുട്ടിയെ കൊണ്ട് സോമവാരവ്രതം അനുഷ്ഠിപ്പിക്കുന്നത് വളരെയധികം വിശേഷമായിരിക്കും. ഒപ്പം തന്നെ സ്വയംവര പുഷ്പാഞ്ജലി, ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലിയും ഉമാമഹേശ്വര പുഷ്പാഞ്ജലിയും ചെയ്യിപ്പിക്കുന്നതും വളരെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങളൊക്കെ വഴിയൊരുക്കും. വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കണം. ജാതകപ്രകാരം ഒന്നുകൂടി വിശദമായി നോക്കിയതിന് ശേഷം മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഇത് പ്രത്യേകം നക്ഷത്രത്തെക്കുറിച്ച് മാത്രം ഉള്ളതായിരിക്കുന്ന ചെറിയൊരു ഫലം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രം പോരാ, ജാതകം കൂടി ഒന്ന് നോക്കിയതിന് ശേഷം അതിൽ പറഞ്ഞ പ്രകാരം വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടി കഴിച്ചതിന് ശേഷം മാത്രമാണ് യഥാർത്ഥ രീതിയിലുള്ള പ്രതിവിധി ആകുന്നുള്ളൂ. ഇതിപ്പോൾ തൽക്കാലം സ്വയംവര പുഷ്പാഞ്ജലിയും ഉമാമഹേശ്വര പുഷ്പാഞ്ജലിയും മാത്രം ചെയ്യിക്കാവുന്നതാണ്. ജ്യോതിഷവിധിയിലെ രണ്ടാമത്തെ കത്ത് നമുക്ക് അയച്ചിരിക്കുന്നത് അടിപ്പരണ്ടയിൽ നിന്നുമാണ്. എൻ്റെ മകളുടെ ജാതകക്കുറിപ്പ് ഇതിനോടൊപ്പം അയക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായി അറിയണം. ജാതകം മുൻപ് നോക്കിയപ്പോൾ കേമദ്രുമം എന്നുള്ള ദോഷയോഗമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ യോഗം കാരണം ജീവിതത്തിൽ എന്നും ദാരിദ്ര്യമായിരിക്കും ഫലം എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. ഇത് ശരിയാണോ? എന്തെങ്കിലും പരിഹാരം ചെയ്താൽ ഇത് മാറുമോ? ഇങ്ങനെ കേട്ടത് മുതൽ ആകെ മനപ്രയാസമാണ് മുതലായുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. മകളുടെ ജാതകം 1990 മാർച്ച് മാസം 12-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്കാണ് ജനിച്ചിരിക്കുന്നത്. ഉത്രം നക്ഷത്രം 2-ാം പാദത്തിലാണ് പ്രധാനമായിട്ടും ജനിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം മിഥുന ലഗ്നമാണ്. ലഗ്നഭാവത്തിൽ ശനി. ജാതകം നല്ല ഭാഗ്യമുള്ള ജാതകം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ജാതകത്തിലെ ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും ഗ്രഹങ്ങളൊന്നും വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കേമദ്രുമയോഗം പറയുന്നുണ്ട്. കേമദ്രുമയോഗത്തിൻ്റെ ഫലവും കേമദ്രുമി മലിന ദുഃഖിത നീച നിസ്വഹ എന്നുള്ളതായിരിക്കുന്ന വിധിപ്രകാരം ഒരു ദാരിദ്ര്യ യോഗമാണ് കേമദ്രുമയോഗം എങ്കിൽ കൂടിയിട്ട് അതിന് ഭംഗങ്ങളും പ്രധാനമായിട്ടും പറയുന്നുണ്ട്. കേമദ്രുമയോഗം ജാതകത്തിലുണ്ടെങ്കിലും ഗജകേസരി മുതലായുള്ള പ്രൗഢിയുള്ളതായിരിക്കുന്ന അനേക യോഗങ്ങളും ഈ ജാതകപ്രകാരം പറയുന്നുണ്ട്. നിപുണാദി യോഗങ്ങളും എല്ലാം തന്നെ ജാതകപ്രകാരം വിശേഷമായിട്ട് പറയുന്നുണ്ട്. അതിൽ കേസരി യോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ സകലവിധ അരിഷ്ടതകളെയും നശിപ്പിക്കുന്ന ഒരു യോഗമായിട്ടാണ് കേസരി യോഗം പറഞ്ഞിരിക്കുന്നത്.
1000 ആനകളെ ഏതു വിധത്തിലാണ് ഒരു സിംഹം നശിപ്പിക്കുന്നത്, ആ വിധത്തിലെ ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ സകലവിധ ദോഷയോഗങ്ങളെയും ഹരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുക. അതിനാൽ തന്നെ കേമദ്രമ യോഗത്തിന് ഭംഗം പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള യഥാർത്ഥ രീതിയിലുള്ള ഫലം പറഞ്ഞിരിക്കുന്നത് മകളുടെ ജാതകപ്രകാരം കേസരി യോഗത്തിൽ ജനിച്ചാൽ ധനവാൻ സ്വകുലാതിപോ മഹാപ്രാജ്ഞ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധനവാനായി തീരണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേമദ്രമ യോഗത്തിലുള്ള ആ ദാരിദ്ര്യപരമായിരിക്കുന്ന യോഗങ്ങൾക്കൊന്നും തന്നെ ഫലമില്ലാതെ നിഷ്ഫലമാകുന്ന അവസ്ഥയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ധനവാനായി തീരാനും സ്വന്തം കുലത്തിൽ വെച്ച് തന്നെ നല്ലൊരു ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയിൽ എത്തിച്ചേരാനും മഹാപ്രാജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിദ്യ ഉണ്ടാകാനുമുള്ളതായിരിക്കുന്ന പൂർണ്ണ യോഗം ജാതകത്തിലുണ്ട്. പിന്നെ അത് മാത്രമല്ല സുഷുഭാ യോഗവശാലും സുഷുഭായോഗേ ജാതോ ധനവാൻ വനിതാതൃതോ നിയമശീലഹ എന്നുള്ള വിധി പ്രകാരം ആ ശ്ലോകത്തിലും പറയുന്നുണ്ട്. ധനവാൻ എന്നുള്ളതായിരിക്കുന്ന ഒരു അർത്ഥം പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിനാൽ തന്നെ താങ്കളുടെ ഭയത്തിന് യാതൊരുവിധ അടിസ്ഥാനവും പറയുന്നില്ല. കേമദ്രമ യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആ യോഗത്തിന് ദോഷയോഗത്തിന് ഭംഗവും ജാതകത്തിൽ പറയുന്നുണ്ട്. അതിനാൽ തന്നെ പ്രത്യേകമായിരിക്കുന്ന പ്രതിവിധികൾക്ക് ഒന്നും തന്നെ ആവശ്യം പ്രധാനമായിട്ടില്ല. ജാതകം തന്നെ നല്ല മെച്ചമുള്ളതായിരിക്കുന്ന ജാതകമാണ്. ഇതിനേക്കാൾ അഭിവൃദ്ധിയും ശ്രേയസ്സും എല്ലാം തന്നെ വന്നു ചേരേണ്ട പൂർണ്ണ യോഗം ജാതകപ്രകാരം പറയുന്നുണ്ട്. ജാതകപ്രകാരം 2010 ഒക്ടോബർ മാസത്തിന് ശേഷമായിട്ട് ഇപ്പോൾ രാഹുദശാകാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2028 ഓഗസ്റ്റ് മാസം വരെയുള്ളതായിരിക്കുന്ന ഒക്ടോബർ മാസം വരെയുള്ളതായിരിക്കുന്ന സമയം രാഹുവിൻ്റെ ദശാകാലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഗുണവും ദോഷവും ഇടകലർന്ന് ചെയ്യുന്നതായിരിക്കുന്ന ഈ രാഹുവിൻ്റെ ദശാകാലത്തിൽ തന്നെ വിവാഹത്തിനുള്ളതായിരിക്കുന്ന പൂർണ്ണ യോഗം പറയുന്നുണ്ട്. വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യത്തിൽ നിപുണയോഗ വിധി പ്രകാരം നല്ല വിദ്യാകാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട സമയമാണെങ്കിൽ കൂടിയിട്ട് ഇപ്പോഴുള്ള സമയപ്രകാരം കന്യരാശിയിൽ ജനിച്ച ഉത്തരം നക്ഷത്രക്കാർക്ക് 7ര ശനിയിൽ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയവും ഒപ്പം അഷ്ടമവ്യാഴം എന്നുള്ള സമയമോശവും നടന്നുകൊണ്ടിരിക്കുന്ന പീരീഡാണ്. ചാരവശാലും ചെറിയ രീതിയിലുള്ള വശങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ രാഹുദശയിൽ രാഹുവിൻ്റെ അപഹാരവും നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയം വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതായിരിക്കുന്ന പീരീഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മുടക്കങ്ങൾക്കോ തടസ്സങ്ങൾക്കോ സാധ്യത വളരെയധികം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിനാൽ സരസ്വതി ദേവിയെ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നതും മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നതും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഏകദേശം ഒരു 10 മാസങ്ങൾക്ക് അപ്പുറം വിവാഹപരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും കുറച്ച് കൂടുതലായിരിക്കും ഉചിതം. ഉദ്യോഗപരമായിരിക്കുന്ന രീതിയിലും യോഗം ജാതകപ്രകാരം കാണുന്നുണ്ട്. ഗവൺമെൻറ് ജോലി മുതലായിട്ടുള്ള നല്ല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ വരേണ്ടതായിരിക്കുന്ന പൂർണ്ണ യോഗം താങ്കളുടെ മകളുടെ ജാതകപ്രകാരം പറയുന്നുണ്ട്. അതിനാൽ തന്നെ കേമദ്രുമ യോഗം എന്നുള്ളതായിരിക്കുന്ന ഒരു ദോഷയോഗത്തിനെ ചൊല്ലി വിഷമിക്കേണ്ടതായിരിക്കുന്ന യാതൊരുവിധ ആവശ്യകതയും താങ്കൾക്ക് പ്രധാനമായിട്ടും പറയുന്നില്ല. പൂർണ്ണമായിട്ടും നല്ല സൗഭാഗ്യപൂർണ്ണമായിരിക്കുന്ന ജാതകം തന്നെയാണ് മകളുടേത് എന്നതിൽ യാതൊരുവിധ തർക്കത്തിനും അവകാശമില്ല. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികൾ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ UTV ആദിത്യ ഇൻ മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജ്യോത്സ്യൻ KP ശ്രീവാസ്തവ് SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. പൂയം നക്ഷത്രത്തിൻ്റെ വിശേഷ ഫലങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.